ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും ബീട്രൂട്ട് മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള മുഴുവനായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് നമുക്ക് എടുക്കാവുന്നതാണ് എരിവിനനുസരിച്ച്. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി തേങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അത് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂടിക തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 3-4-5 തവണ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. വളരെ എളുപ്പത്തിലും പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ, സ്റ്റവ് ഓഫ് ചെയ്തിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബീട്രൂട്ട് ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.